ഹലോ ഗൈസ്, അപ്പം ഞാൻ ഈ തിരക്കിട്ട് കിടന്ന് പരിപാടി ചെയ്യുന്ന എന്താണ് ഇന്ന് എന്തൊരു ഡോഗ് ഷോയ്ക്കാണ് വന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ മമ്മിയുടെ കസിനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. എൻ്റെ ആൻറ്റി ബേസിക്കലി വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ അടുക്കള ഭരണം അങ്ങ് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു അപ്പം ഇന്നത്തെ ബട്ടർ ചിക്കൻ ഞാൻ ഉണ്ടാക്കാം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും ബട്ടർ ചിക്കൻ കുക്ക് ചെയ്യാണ് രാത്രിത്തേക്ക്, എന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പം നമ്മുടെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഫുള്ള് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഷൂട്ട് ചെയ്യും. ഇത് മൊത്തം എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യും. പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണില്ല. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് നമ്മുടെ ബട്ടർ ചിക്കൻ പരിപാടിയിലോട്ട് കിടന്നാലോ. ആദ്യം തന്നെ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ സവാള ഒരു 6 എടുത്ത് നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 2 തക്കാളി, അതും നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞത്. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി അല്ലെ പച്ചമുളക്, അതും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഞാൻ തന്നെ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ ഒരു തുള്ളി പോലും വാട്ടർ കണ്ടന്റ് ഇല്ലാണ്ട് നന്നായിട്ട് ചിക്കൻ നല്ലോണം പിഴിഞ്ഞതിന് ശേഷം ഇതുപോലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിനെ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് നല്ല ചുന്ദര കുട്ടപ്പനാക്കിയിട്ട് കുറച്ച് നേരത്തെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ആദ്യം തന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തു. ഞാൻ ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇതിൽ മസാലകളും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. എക്സാക്ട് എമൗണ്ട് അല്ലെങ്കിൽ അളവ് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. പിന്നെ ഞാൻ ഒരു അരമുറി നാരങ്ങാ നീരെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പിഴിഞ്ഞൊഴിച്ചു. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു, പിന്നെ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നോർമൽ ചില്ലി പൗഡറും യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് പെപ്പർ പൗഡർ വീട്ടിൽ തീർന്നു പോയതുകൊണ്ട് ആക്ച്വലി പൗഡറായിട്ട് ഉണ്ടായിരുന്നില്ല, തീർന്നില്ല, പൗഡറായിട്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാതെ ഇരുന്നത്. ഓക്കെ, ഇനി കുറച്ച് ഉപ്പിടാം. ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇതിന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കണം. കാര്യം ഇത് നന്നായിട്ട് ചിക്കനിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് കൂടും. നല്ല അടിപൊളിയായിട്ട് നല്ല ചുന്ദര കുട്ടപ്പനായിട്ട് തേച്ച് നന്നായിട്ട് പിടിപ്പിച്ച് നമുക്കിതിന് നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റാം. ഇത് ഫ്രിഡ്ജിലിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടാവണം. നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ ബട്ടർ എടുത്തിട്ട്, ഞാൻ ആക്ച്വലി ഒരു 2 ക്യൂബ്സ് ഓഫ് ബട്ടറാണ് അതിലോട്ട് ആദ്യം ആഡ് ചെയ്തത്. ബട്ടർ ആഡ് ചെയ്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം 2 ക്യൂബ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബട്ടർ നല്ല രീതിക്ക് അത് മെൽറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അത് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനവിടെ സൈഡിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഉണ്ടല്ലോ, ആ സവാള എടുത്തിട്ട് നമ്മൾ ഇതിലോട്ടിട്ടിട്ട് നല്ല രീതിയിൽ ഇത് എന്താ പറയുക, നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഓവർലി അങ്ങ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മിതമായിട്ടുള്ള കുക്കിംഗ് ആണ്. ഞാൻ ബേസിക്കലി എൻ്റെ സ്റ്റൈലിങ്ങിനാണ്. ഭയങ്കര ഓവറായിട്ട് അങ്ങ് കുക്ക് ചെയ്ത് സവാള കരിച്ച് വെക്കുന്ന, അതായത് ഭയങ്കര ഡാർക്ക് ബ്രൗൺ രീതിയിലാക്കേണ്ട ആവശ്യമില്ല. പകരം നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗണിഷ് സ്റ്റേജിൽ കിട്ടിയാൽ മാത്രം മതി. സോ നമ്മുടെ ചിക്കനെ ഞാൻ മസാലയെല്ലാം തെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഗ്രേവി അങ്ങനെ പ്രിപ്പറേഷൻ ഫൈനലി സ്റ്റാർട്ട് ചെയ്തു. ഞാനിപ്പം നമ്മുടെ ഒണിയൻ, അതായത് നമ്മുടെ സവാള നന്നായിട്ട് സോട്ട് ചെയ്ത് ഏകദേശം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. നിങ്ങൾക്കത് നന്നായിട്ട് കാണാൻ പറ്റും. ഏകദേശം അതൊരു ചെറിയ രീതിയിൽ വാടി തുടങ്ങുമ്പോഴത്തേക്കിനും ഞാൻ അതിലോട്ട് നമ്മുടെ ബാക്കി വന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് ഇതിലോട്ട് നല്ല രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് നമ്മുടെ സവാളയുടെ കൂടെ യോജിപ്പിച്ച് കൊടുക്കുക. നല്ല രീതിയിൽ സോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇളക്കി നന്നായിട്ട് അത് നമ്മുടെ സവാളയായിട്ട് അങ്ങ് മെഴുകി ചേരണം എന്നൊക്കെ പറയാം. അങ്ങനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് അതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തക്കാളി, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കുനുകുനാന്ന് അരിഞ്ഞു വെച്ച നമ്മുടെ 2 തക്കാളിയാണ് ഞാൻ ആക്ച്വലി ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 2 തക്കാളി നന്നായിട്ട് അരിഞ്ഞു വെച്ച നമ്മുടെ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓൾവേസ് മേക്ക് ഷുവർ എല്ലാം നമ്മൾ ഇടുമ്പോഴത്തേക്കിനും നമ്മൾ ആദ്യം ഇട്ടത് ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങണം. അങ്ങനെ വാടി തുടങ്ങിയ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടങ്ങ് മാറി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഓരോന്നായിട്ട് അടുത്തടുത്ത നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി അതൊന്ന് വാടിക്കഴിഞ്ഞു. അപ്പോഴേക്കും ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലി അവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചമുളക്, അതും കൂടി നമുക്ക് നമ്മുടെ ഈ മിക്സിലേക്ക് നമുക്ക് നന്നായിട്ട് ആഡ് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി നല്ല രീതിക്ക് ഇത് യോജിപ്പിക്കണം. നല്ല രീതിയിൽ ഇത് മിക്സ് ആവണം. അങ്ങനെ
കരിയാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊരു ഇച്ചിരി വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് സോട്ട് ചെയ്തതെല്ലാം വാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേട്ടൊരു 10-12 കാഷ്യൂ നട്ട്സ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അത് സെറ്റായി വരും നമുക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്യും. ഞാൻ ഇതിലോട്ട് ഇപ്പം കുറച്ച് കൊറിയാണ്ടർ പൗഡർ ആഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യാം. ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ചില്ലി പൗഡർ, അതായത് കാശ്മീരി ചില്ലി പൗഡറും നമ്മുടെ നോർമൽ ചില്ലി പൗഡറും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മുടെ കറിക്ക് നിങ്ങൾ ഏകദേശം രീതിയിൽ നിങ്ങളുടെ ഒരു കണക്കിനനുസരിച്ച്, നിങ്ങളുടെ ഉപ്പിന് കണക്കിനനുസരിച്ച് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ മസാലകളെല്ലാം നമ്മുടെ ഈ ഗ്രേവിയിൽ നന്നായിട്ട് പിടിക്കണം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമ്മൾ നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ അധികം അങ്ങോട്ട് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, അതായത് ഇങ്ങനെ അടി പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാനാണ്, പക്ഷേ ഇങ്ങനെ ഭയങ്കര തിക്ക് പേസ്റ്റായിട്ട് ഇങ്ങനെ കരിയുന്ന പോലത്തെ ഒരു ഫീൽ വരും. അത് മാറാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഇച്ചിരി വെള്ളം ആഡ് ചെയ്തു. ഇത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് നമുക്ക് ഇളക്കി നല്ല രീതിക്ക് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി ഇങ്ങനെ എടുക്കണം. അതിനുശേഷം നമുക്കിനി എന്താ ചെയ്യണമെന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ അതൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാൻ അത് കുക്ക് ചെയ്യാൻ വെച്ച സമയത്ത് ഇനി നമുക്ക് നമ്മുടെ ചിക്കനെ, നമ്മൾ ഉള്ളിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്യണം. ഞാൻ പറഞ്ഞു നമ്മൾ ഇതിൽ ഒരിത്തിരി പോലും ഓയിൽ യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് പാനിലേക്ക് ആദ്യമേ തന്നെ കുറച്ച് ബട്ടർ ആഡ് ചെയ്തു. നമ്മളുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ ആവശ്യത്തിനുള്ള ബട്ടറാണ് നമ്മൾ ആഡ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ ഞാൻ എൻ്റെ കറി ഒന്ന് ഗ്രേവി തുറന്നു നോക്കിയപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പം എൻ്റെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കാരണം നമുക്ക് നമ്മുടെ ബട്ടറിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് എന്താ പറയുക, ഭയങ്കര ഡീപ്പ് ഫ്രൈങ് ഒന്നും വേണ്ട. അതിൽ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ബ്രൗൺ കളർ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മാത്രം മതി. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരിക, അത്രേ ഉള്ളൂ. നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് അതിനിങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് വെന്ത് വരുന്നിടം വരെ ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് ആദ്യത്തെ വശം നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ടിട്ട് രണ്ടാമത്തെ 2 വശം നല്ല രീതിയിൽ ഒരുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അതെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, ഗ്രേവി നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. തണുത്തിരിക്കുന്ന ഗ്രേവിയിൽ നമുക്കിനി നന്നായിട്ടൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഒരു നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കതിനെ അടിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഗ്രേവി ആഡ് ചെയ്തതിനു ശേഷം ഒരു ഇത്തിരി വെള്ളം കൂടി അതിലോട്ട് ആഡ് ചെയ്ത് ജസ്റ്റ് 1 കപ്പ് ഓഫ് വാട്ടർ അത്രേ ആഡ് ചെയ്തിട്ടുള്ളൂ. 1 കപ്പ് ഓഫ് വാട്ടറും ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ല രീതിക്ക് പേസ്റ്റ് പോലെ, അതായത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും നല്ല രീതിയിൽ നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് നമുക്കത് കിട്ടണം. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് നമ്മൾ വീണ്ടും ബട്ടർ ആഡ് ചെയ്യാണ്. എൻ്റെ ബട്ടർ ആ സമയത്ത് മെൽറ്റായി പോയി ഗൈസ്, സോറി. അങ്ങനെ ഞാൻ ബട്ടർ ആഡ് ചെയ്തു. ആ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരണം ഇനി. അങ്ങനെ എൻ്റെ ബട്ടറൊക്കെ മെൽറ്റായി, നല്ല രീതിയിൽ മെൽറ്റായതിനു ശേഷം ഞാൻ അതിലോട്ട് ഒരു ചിരി ഗാർലിക്, വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തു. അതൊന്നും നമുക്ക് കഴിക്കാനായിട്ടൊരു ഇങ്ങനെ നമുക്ക് എന്താ പറയുക, കടിക്കാനായിട്ട് കിട്ടും. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളിയുടെ ടേസ്റ്റ്. ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുന്നത്. ആൻഡ് വെളുത്തുള്ളി ഈസ് ലൈക്ക് എന്താ പറയുക, ഗാർലിക് ഈസ് വെരി ഹെൽത്തി ഫോർ യുവർ ബോഡി. അവിടെ സൈഡിൽ എൻ്റെ ബാക്കി ചിക്കനും കൂടി ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഇച്ചിരി എരിവിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അത്. ഇനി ഈ 2 ആസ് ഐ സെഡ് ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്ത് ഭയങ്കര ഓവറായിട്ട് കുക്ക് ആവണ്ട. ജസ്റ്റ് ഒന്ന് വെന്ത് വരണം. അതും ജസ്റ്റ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്ത് വന്നു, ഏകദേശം ഒരു കളറൊക്കെ മാറി വന്നപ്പോൾ നമ്മുടെ പേസ്റ്റ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്കത് കാണുമ്പോഴേ അറിയാം ഭയങ്കര ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ.
നല്ലൊരു തിക്ക് പേസ്റ്റായി വന്നതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ടൊരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. കാര്യം നമുക്ക് ഗ്രേവി ആവശ്യമുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അവിടെ സൈഡിൽ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബാക്കി ചിക്കനും കൂടി നമ്മൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് നമ്മുടെ കറിയിൽ നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് നമ്മൾ ആ ചിക്കനും ഗ്രേവിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ എന്താ ഒരു ഇച്ചിരി സോയാ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സോയാ സോസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അങ്ങനെ ഗൈസ് എൻ്റെ സൂപ്പറായിട്ടുള്ള എൻ്റെ എന്താ പറയുക ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി. അങ്ങനെയുണ്ട് 4 വാക്ക് 2 വാക്കിൽ ഒതുക്കി അമ്മ മനുഷ്യൻ യൂട്യൂബിൽ നോക്കട്ടെ. അതെന്താ 3 പേരല്ലേ ആന്റിയും കൂടെ ഉള്ളു ഇനി മിച്ചം. ആന്റിയും കൂടെ ഉള്ളു ഇനി റിയാക്ഷൻ ഇടാൻ മിച്ചം. എപ്പോഴും ഇറുക്കമ്മ സൂപ്പർ ആന്റിയും കൂടെ. നമ്മുടെ മെയിൻ ഗസ്റ്റ് പറയട്ടെ നിങ്ങളൊക്കെ തിന്നു മടുത്ത കൊള്ളാല്ലേ അത് അങ്ങനെ എൻ്റെ ബട്ടർ ചിക്കൻ ഹ്യൂജ് സക്സസ് ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ ഹാപ്പിനെസ് ആണ്. എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു ആൻഡ് ഐ വാസ് സോ ഹാപ്പി ടു. അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ബട്ടർ ചിക്കൻ വാസ് എ ഹ്യൂജ് സക്സസ്. അപ്ലോസ്. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പപ്പയ്ക്കും മമ്മിക്കും ആന്റിക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഭയങ്കര നല്ല റിവ്യൂസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക വീട്ടില്. പിന്നെ ഇത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്തതാണ് കേട്ടോ. ഞാൻ എൻ്റെതായിട്ടുള്ള ഏകദേശം അളവുകളും കണക്കുകളും വെച്ചിട്ട് കുക്ക് ചെയ്തതാണ്. അപ്പൊ കൃത്യമായിട്ട് എത്ര സ്പൂണോ അങ്ങനെ ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് പറഞ്ഞതിന് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഞാൻ എവിടെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ എന്നിട്ട് വീണ്ടും ഇടും. അങ്ങനെയൊക്കെ ആയിരുന്നു. ആൻഡ് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിയതായിട്ട് ഞാൻ തന്നെ ഷോക്കായി പോയി. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഹോപ്പ് യു ഗൈസ് ഹാവ് എൻജോയ്ഡ് ദിസ് വീഡിയോ. നമുക്കിനിയും ഇതുപോലത്തെ പുതിയ വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.